ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടുവാൻ അതൊക്കെയും ഒരു മുഖാന്തരമായി തീരട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം 68-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിനെ ഉന്മൂലനാശം ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഒന്ന് എഴുന്നേൽക്കണം. ദൈവം ചില സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ദൈവം നോക്കിയിരുന്നതിന് ശേഷം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അവിടെ നിന്ന് എഴുന്നേൽക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തൻ്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണ് സങ്കീർത്തനക്കാരൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ചുമ്മാ അങ്ങോട്ട് ഒരു പാട്ട് എഴുതിയിരിക്കുന്നതല്ല. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അതിലെ 68-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതെ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകത്തത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. ദൈവമക്കളെ വെല്ലുവിളിക്കുന്ന ചില പർവ്വതങ്ങൾ, ചില വ്യക്തികൾ, ചില സമൂഹങ്ങൾ എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കും. ദൈവം തൻ്റെ ദാസനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ചു. അത് അവൻ്റെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകത്തത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ വേറെ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച വ്യാഖ്യാനങ്ങളൊന്നുമല്ല അതിനകത്തുള്ളത്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചില ചിന്തകൾ എന്ന് പറയുന്നത്, സങ്കീർത്തനക്കാരൻ ആയ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ 40 ദിവസം രാവും പകലും ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ച ഒരു ശത്രു ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു 9 അടി ഉയരമുള്ള ഒരു ഭയങ്കരനായ ഒരു മനുഷ്യൻ. അവൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഒരു ദിവസമോ 2 ദിവസമൊന്നുമല്ല, ഏകദേശം 40 ദിവസം ഇവൻ വന്ന് വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ നിരകളെ അവൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവീദ് തൻ്റെ അപ്പൻ തന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ജ്യേഷ്ഠന്മാരുടെ ക്ഷേമമൊക്കെ നീ അന്വേഷിക്കണം. അവിടെ പോയിട്ട് അവരെങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നു, അവിടുത്തെ സഹസ്രാധിപൻ എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് അധിപനായിരിക്കുന്ന സഹസ്രാധിപന് നീ ഈ ചില ഇതെല്ലാം കൊടുക്കണം. ഫെലിസ്ത്യ സൈന്യങ്ങളും ഇസ്രായേൽ ജനവുമായിട്ടാണ് ഇസ്രായേൽ സൈന്യവുമായിട്ടാണ് യുദ്ധമുണ്ടായിരിക്കുന്നത്. അന്നത്തെ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറയുന്നത് ശൗലാണ്. പക്ഷേ ഇദ്ദേഹം ഭയന്നിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് നേരിടുവാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ഭടന്മാരും ഭയന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നിലയിലുള്ള ഒരു യുദ്ധമായിരുന്നില്ല ഇത്. ഇവിടെ ഫെലിസ്ത്യർ വന്നു, ഇവർ ഇസ്രായേൽ ജനവും വന്നു. ഒരു താഴ്വരയുടെ അപ്പുറയും ഇപ്പുറയും നിന്ന് യുദ്ധത്തിനായിട്ട് അവർ മുറവിളി കൂട്ടി, അവർ ആഹ്വാനം ചെയ്തു. അങ്ങനെ ആഹ്വാനം ചെയ്ത സമയത്ത് ഒരു മല്ലൻ ഫെലിസ്ത്യരുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വന്നിട്ട് അവൻ പറയുകയാണ്, അതിൻ്റെ 1 ശമൂവേൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ, അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണ് നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശെക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചം ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ ആയിരുന്നു. ഇങ്ങനെ അവന് കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ ചേവകരും അല്ലയോ? അതിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകും. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തിനെ വിട്ടുതരുവിൻ എന്ന് പറഞ്ഞു. ഫെലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു. ദൈവ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരു മല്ലൻ ആയ ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, ബെത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് വന്നു. എൻ്റെ ഇളയ മകൻ ഇന്നലെ ഒരു കാര്യം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ഇതിന് ഒരു തീർപ്പ് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒരു ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ ഇസ്രായേൽ ജനത്തെ 40 ദിവസം വെല്ലുവിളിച്ചില്ലേ? ദൈവം അനങ്ങാതിരുന്നു. ദൈവം 40 ദിവസം വരെ വെയിറ്റ് ചെയ്തു. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കണമെങ്കിൽ ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ, ചില മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, ദൈവമക്കൾക്ക് വേണ്ടി അവൻ കരുതിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ദൈവം എപ്പോഴും യുദ്ധം ചെയ്യുന്നത് ബലവാന്മാരെ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അവിടെ ഇസ്രായേൽ നിരകളിലെ എല്ലാ ഭടന്മാരും പേടിച്ചു നിൽക്കുന്നു, രാജാവും പേടിച്ചു നിൽക്കുന്നു. ആ സമയത്ത് ഒരു മല്ലൻ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഒരു പർവ്വതം പോലെ ഇറങ്ങി വന്നിട്ട് അവൻ്റെ അത്ര ആരോഗ്യമുള്ള ആരും ആ ഇസ്രായേൽ സൈന്യത്തിലില്ല. അത്ര ആരോഗ്യമുള്ള ഒരുത്തൻ വന്നിട്ട് അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരുടെ ഈ ഫെലിസ്റ്റിനെ കൊന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടുമെന്നെല്ലാം ചോദിച്ച് ഇവൻ പതുക്കെ മാറി നടന്നപ്പോൾ അവൻ്റെ ജ്യേഷ്ഠന്മാർ വിചാരിച്ചു ഇവനെ പറ്റിയൊന്നും അവിടെ പ്രശ്നം ഉണ്ടാക്കി തൻ്റെ അനുജൻ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ അവർ പറഞ്ഞു, നീ നിൻ്റെ ആടിനെ നോക്കാതെ നീ എവിടെ വന്നിരിക്കുന്നതെല്ലാം ഭയപ്പെടുത്തി ഓടാനായിട്ട് തുടങ്ങി. 1 ശമൂവേൽ 17:36 വായിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ഇവിടെ ദാവീദിൻ്റെ ഒരു തീഷ്ണത കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്താ, ഇസ്രായേൽ നിരകളെയാണ് വെല്ലുവിളിക്കുന്നത്. ആരാണ് വെല്ലുവിളിക്കുന്നത്? ഒരു ജാതീയൻ, ഒരു അമാലുക്യൻ, ഒരു ഫെലിസ്ത്യൻ. അവൻ വന്ന് നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ എൻ്റെ അടുക്കിലേക്ക് വരിക, എന്നിട്ട് ഞാനും അവനും തമ്മിൽ യുദ്ധം ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ തോൽക്കുകയാണെങ്കിൽ ഫെലിസ്ത്യർ മുഴുവൻ നിങ്ങൾക്ക് അടിമകൾ, അല്ല നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നവനാണ് തോൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകൾ. ഒരു പ്രത്യേക യുദ്ധമുറ അവൻ കൊണ്ടുവരികയാണ് ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം. ഇന്നത്തെ കാലത്തും ദൈവമക്കളെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം പിശാച് ഇങ്ങനെയുള്ള ചില ആളുകളെ എഴുന്നേൽപ്പിച്ചങ്ങ് നിർത്തും. അവർ വന്നങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേ നടക്കും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് മാറിപ്പോകാത്ത രീതിയിൽ ഈ വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിൻ്റെ 1 ശമൂവേൽ 17:45 ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത് ആകുന്നു. ദൈവമാണ് ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, പാട്ട് പാടുമ്പോൾ പറയുകയാണ്, ദൈവമേ എഴുന്നേൽക്കണമേ. ദൈവം 40 ദിവസം അനങ്ങാതിരുന്നു. 40 ദിവസം അനങ്ങാതിരുന്നിട്ട് ദൈവം ഒരു ചെറിയ ബാലനെ കൊണ്ടുവന്നിട്ട് ഈ മല്ലനുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ശരിക്കും വേറൊരു മല്ലൻ തന്നെയാണല്ലോ വേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ യുദ്ധങ്ങളെല്ലാം നമ്മൾ തിരുവെഴുത്തുകളെ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ ഭയമുള്ളവരും ഭീരുക്കളും ഒന്നിനും വലിയ എന്താ പറയുന്നത് കഴിവുള്ളവരൊന്നും ആയിരുന്നില്ല. ദൈവം ഏതുമില്ലാത്തതിനെയാണ് തിരഞ്ഞെടുത്തത്. വലിയ കുടുംബ പശ്ചാത്തലമോ വലിയ കുടുംബ പാരമ്പര്യമോ ഒന്നുമില്ലാത്ത ഏഴകളാണ് ദൈവം യുദ്ധത്തിനായിട്ടും തൻ്റെ സൈന്യത്തിൻ്റെ മുൻപിൽ നടക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കും. നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കുന്നത് ദൈവമാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല. പല ദിവസങ്ങളോളം നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് കിടക്കുന്ന ശത്രു നമ്മുടെ മുൻപിൽ തോൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാകും. ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നാം നിരാശപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. നാം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളും കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടാകാം. എന്നാൽ നാം ആ വെല്ലുവിളിയിൽ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം ആ മകൻ അപ്പനെ വെട്ടിക്കൊന്ന ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു വിശ്വാസി കുടുംബം, ആ വിശ്വാസി കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. 6 വർഷത്തോളം അവർ ഭയന്ന് ജീവിച്ചു. ഇങ്ങനെ 6 വർഷം അവർ ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല. 1 വർഷം കഴിയുമ്പോഴെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു നല്ല ദൈവദാസൻ്റെ അടുക്കലോ ദൈവസഭയിലോ പോയിട്ട് ദുരഭിമാനം എല്ലാം വിട്ടുകളഞ്ഞ് അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി ഉപവസിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മല്ലൻ അവിടെ തോൽക്കുമായിരുന്നു. ഇത് ആ ചെറുപ്പക്കാരനിൽ കയറിക്കൂടിയ പിശാചിൻ്റെ ദുരാത്മാവ് ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ അവരെ ഭയത്തിൻ്റെ ഭീതിയിൽ ഏകദേശം 6 വർഷത്തോളം നിർത്തി എന്നുള്ളത് അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. അത് ദൈവത്തിലുള്ള ആശ്രയക്കുറവും സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമുള്ള ദുരഭിമാനവും അങ്ങനെയുള്ള ആശ്രയങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അതൊരു വലിയ ഒരു പരാജയം തന്നെയായിപ്പോയി. അവർക്ക് ആ വിഷയത്തിൽ ജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നല്ല ഒരു അഭിഷിക്തനായ ദേവദാസൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഒരു സഭയിലേക്ക് പോകുകയും, ചിലർ ഈ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇന്ന സഭയിൽ നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഇനി എന്ത് സംഭവിച്ചാലും അവിടുന്ന് മാറുകയില്ല, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ആരോടൊപ്പം നിൽക്കുന്നു എന്ന് നാം നോക്കണം. ദൈവമില്ലാത്ത ഒരു സഭയിലോ ഒരു കൂട്ടായ്മയിലോ ഒരു ദൈവദാസൻ്റെ അടുക്കലോ നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ദൈവം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. നമ്മളൊരു സഭയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. അവിടെ പറയുന്ന പ്രവചന ദൂത് കേൾക്കുമ്പോൾ ദൈവം വാസ്തവമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യണം. അവർ ദൈവസന്നിധിയിൽ അവർ കവിണ്ണു വീഴണം. വാസ്തവമായിട്ടും ദൈവം ഇവിടെ ഉണ്ട്, എൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ ദൈവം പറഞ്ഞു. ഞാൻ ഒരു ചർച്ച മീറ്റിങ്ങിൽ ഒരിക്കൽ
അവിടെ ഒരു സഹോദരനും അവൻ്റെ കുടുംബം വരുന്നുണ്ട്. ആ കുടുംബത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചേട്ടത്തിയുടെ ഭർത്താവിനെ കൊണ്ട് പോയ ഒരു സംഭവം നമ്മൾ വായിച്ചു കേട്ടല്ലോ. ഇതുപോലെ ഒരു സഹോദരനും ഒരു സഹോദരി അവിടെ വന്നു. അതായത് ആ സഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ്റെ കുടുംബത്തിലെ സഹോദരിയുടെ അനുജത്തി അവൾ വേറൊരു പുരുഷനുമായിട്ട് വന്നു. അവർ ഓട്ടോറിക്ഷയിൽ ഒരുമിച്ച് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് വന്നത്? ഒരുമിച്ചാണോ വന്നത്? ഞങ്ങൾ ഒരുമിച്ചാണോ വന്നതെന്ന് പറഞ്ഞു. എനിക്ക് ദൈവാത്മാവ് വന്ന് തന്നൊരു വചനമുണ്ടായിരുന്നു. അതായത് അരുതാത്ത ഒരിടത്തേക്ക് മറ്റേ ദാവീദിൻ്റെ ഒരു മകൻ്റെ അടുക്കലേക്ക് ഉൾമുറിയിലേക്ക് കയറിപ്പോയൊരു സംഭവത്തെക്കുറിച്ചായിരുന്നു ഞാൻ ക്ലാസ് എടുത്തത്. ഒരു പ്രവചന ദൂതായിരുന്നു ഇത്. എനിക്ക് ഒരിക്കലും അറിയില്ല ഇവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അന്ന് അവരെ കാണുന്നു, അവരവിടെ വരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഈ അവിടെ വന്നിരിക്കുന്ന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആ കുടുംബത്തിലെ ഫാമിലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. പക്ഷേ ദൈവാത്മാവ് എനിക്കൊരു ദൂത് തന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒടുവിൽ അവർ തെറ്റായ വഴികളിലൂടെ വേറെ സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആ വഴികളിൽ സഞ്ചരിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. ദൈവവചനത്തിൽ ദൈവഹിതപ്രകാരമല്ലാത്ത റൂട്ട് പോയ കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ പലയിടത്തും എനിക്ക് ദൈവകൃപയാൽ അങ്ങനെ സംസാരിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. പ്രവചന ദൂത് തൃശ്ശൂരിലുള്ള ഒരു സഭയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു 5-8 സഹോദരന്മാർ കൂടിയിരിക്കുന്ന ഒരു മീറ്റിങ്ങിലായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നൊരു സഹോദരൻ പൊട്ടിത്തെറിച്ചു. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് നിങ്ങളിതെല്ലാം പറഞ്ഞതെന്നെല്ലാം പറയണ്ടേ. ഇതൊന്നും അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി, നിന്നെ വെല്ലുവിളിക്കുന്ന ഒരു ശത്രു നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നീ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നീ ഈ ദൈവവചനം പരിശോധിച്ച് നോക്കുക. ഈ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ, ആ സംഭവം ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ താഴ്വരയൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നിന്നൊരു മല്ലൻ വെല്ലുവിളിക്കുന്നു. ഇവരെ ഇസ്രായേൽ നിരകൾ ഭയന്ന് മാറി നിൽക്കുന്നു. ഒടുവിൽ ദാവീദ് വരുന്നു. ദാവീദിൻ്റെ കയ്യിലിരിക്കുന്ന ആ കവണ കൊണ്ട് ആ മല്ലനെ അവിടെ കീഴെ വീഴിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് വാളെടുത്ത് വെട്ടി അവനെ കൊല്ലുന്നു. ഈ ഫെലിസ്ത്യ സൈന്യമെല്ലാം ഓടിപ്പോകുന്നു. പിന്നാലെ നടന്ന് അവരെ മുച്ചൂട് മുടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ഇന്ന് നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ്റെ ശത്രുക്കൾ ചെതറിപ്പോകും. അടുത്ത വാക്യം, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നോടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. 40 ദിവസം വെല്ലുവിളിച്ചെങ്കിലും ആ ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ഉന്മൂലനാശമാകുവാൻ തക്കോണം ദാവീദ് എന്ന് പറയുന്ന ഒരു ചെറിയ ബാലനിമിത്തം ഇടയായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 1-27 വാക്യത്തിൽ നാം വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതാണ്. ഇവിടെ നമുക്കൊന്നും പ്രശംസിക്കാനില്ല. എന്തെങ്കിലും ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ഇന്ന് അനേക ഇടങ്ങളിലും ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ, വരങ്ങൾ, അത് ദാനമായി സൗജന്യമായി കൊടുക്കുന്നതിന് പകരം അതിനെ പണം മേടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ ദൈവം അവരും തമ്മിൽ കണക്ക് പറഞ്ഞുകൊള്ളും. എന്നാൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ തീഷ്ണത നാം കാണിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെയിരിക്കും. നമ്മുടെ ശത്രുവിനെ നിലം പരിചാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശത്രു ഞങ്ങളുടെ മുൻപിൽ കർത്താവെ തെക്കും വടക്കുമായി കിഴക്കും പടിഞ്ഞാറുമായിട്ടൊക്കെ നടക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരുപക്ഷെ അതിന് നിരാശയും ദുഃഖവും ഭാരവും ഭയവും ഒക്കെ നേരിടേണ്ടി വന്നാലും ഞങ്ങളെ സേവിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. അവിടുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. നീയോ യഹോവയെ ഞങ്ങൾക്ക് ചുറ്റും പരിചയം കോട്ടയും ഞങ്ങളുടെ സങ്കേതവും ബലമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദാവീദ് കർത്താവെ പറയുകയാണ്, യുദ്ധം ദൈവത്തിനുള്ളതാണ്, ദൈവമാണ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നത്. അതെ, ഞങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ഞങ്ങളുടെ ശത്രുക്കളെ നിലം പരിചാക്കും. പുക പോലെ, തീങ്കൽ മെഴുകുരുക്കുന്നത് പോലെ അവർ നിർമൂലമായി പോകും കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ബലം കൊണ്ട്, ഞങ്ങളുടെ ബലം കൊണ്ടല്ല കർത്താവെ, ഞങ്ങളെ നീ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളോട് കരുണ തോന്നി കർത്താവെ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവെ. ഈ തലമുറയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ ശത്രുക്കളെ കർത്താവെ അങ്ങാണ് ക്രമീകരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ധൈര്യത്തോടെ, നിരാശയില്ലാതെ, സന്തോഷ
വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശേഷ്യ കർത്താവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവെ. അവരെ വഴി നടത്തണമേ കർത്താവെ. അവരുടെ പ്രയാസങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവിടുന്ന് ആശ്വാസമായിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മുൻപിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ചകറ്റുന്നു കർത്താവെ. അങ്ങ് സൗഖ്യമാക്കണമേ, അങ്ങ് വിടുതൽ കൊടുക്കണമേ കർത്താവെ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ. അങ്ങ് യുദ്ധങ്ങളെ നടത്തണമേ. എല്ലാം അങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.